ഓർമ്മ ശരിയാണെങ്കിൽ ജാസ്മിൻ മൂന്നാമത്തെ വട്ടമാണ് ജയിലിൽ കിടക്കുന്നത്. നോറയുടെ കൂടെ, ഗബ്രിയുടെ കൂടെ, ഇപ്പോൾ ജിൻഡോൻ്റെ കൂടെ. ഓക്കെ, ഇന്നലെ നടന്നത് എനിക്ക് എൻ്റെ ഓർമ്മ കറക്റ്റാണോ അറിയില്ല, ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്തേക്കും. അപ്പോൾ ഇന്നലെ ജയിലിൽ ഇവർ തമ്മിൽ നടന്ന ഫൈറ്റ്, ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ബിഹേവ് ചെയ്ത രീതി, യെസ്, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു സ്ട്രോങ് പ്ലെയർ ആണെന്നുള്ളത്. സ്ട്രോങ് പ്ലെയർ തന്നെയാണ്. പക്ഷേ ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ടായത് ആ ഒരു ഇൻസിഡൻറ്റിൽ നടന്നത് ആ ഒരു റിയാക്ഷൻ ലിറ്ററലി ഇഷ്ടമില്ലായ്മ, ഒരു വ്യക്തിയോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ ഇഷ്ടമില്ലായ്മ അല്ലെങ്കിൽ ഗ്രഡ്ജ് അല്ലെങ്കിൽ എന്ത് തേങ്ങയാണെങ്കിലും ബിഹേവ് ചെയ്ത രീതി ലിറ്ററലി ഓക്വേർഡ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റൂഡായിട്ട്, കാരണം ജിൻഡോ ആ ജയിലിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ തൊട്ട് അവിടെയാണ് കിടക്കുന്നത്. ഇവളാണ് ആ മൂലയ്ക്ക് പോയിട്ട് വെള്ളത്തിൻ്റെ കുടം എടുത്ത് മാറിയിട്ട് ആ മൂലയ്ക്ക് കിടന്നത്. ഒരു 12-12:30 സമയത്ത് ഉറങ്ങി കിടക്കുന്ന ഒരാളെ വിളിക്കണതിന് തന്നെ അതിൻ്റെ ഒരു രീതി ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മുടെ ഗബ്രിയുടെ കൂടെ ജയിലിൽ പോയപ്പോൾ കിടന്നത് ഇങ്ങനെയാണ്, ഈ പിക്ക് കണ്ടില്ലേ, ഇങ്ങനെയാണ് കിടന്നത്, ഇങ്ങനെയാണ് കിടക്കേണ്ടതും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഇന്നലെ ജിൻഡോ കിടന്ന പോലെ ഗബ്രിയാണ് കിടന്നിരുന്നതെന്നുണ്ടായിരുന്നെങ്കിൽ ജാസ്മിൻ ഇത്ര അട്ടഹാസം മുഴക്കുമോ, ഇത്ര റൂഡായിട്ട് ബിഹേവ് ചെയ്യുമോ? കാല് വേണമെങ്കിൽ അവളുടെ അടുത്ത് തലയിൽ വെച്ചേനെ, ഗബ്രി സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ഇത് ജിൻഡോ ആയതുകൊണ്ടല്ലേ ഇത്രയും വിഷയം ഉണ്ടായത്. അപ്പം അവിടെ മറ്റ് കണ്ടസ്റ്റൻസ് ഒക്കെ ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവൻ ശ്രീരേഖ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് നിന്നുറങ്ങാനുള്ള ധൈര്യം ഉണ്ടോ എന്ന് അങ്ങനെ നിൽക്കുക, ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കട്ടെ എന്നുള്ളത്. കാരണം ജിൻഡോനെ സംബന്ധിച്ചിടത്തോളം ജിൻഡോയ്ക്ക് മനസ്സിലായി അവിടെ കിടക്കുന്നത് ആ ഒരു കാറ്റ് കിട്ടാനുള്ള ഇതിലാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ വേറെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ജിൻഡോ കയറിയപ്പോൾ തന്നെ അവിടെ കിടന്നത് ആ ഒരു റൂഡ്ലി ബിഹേവ് ചെയ്യുക, അയാളെ തല്ലുക, എടോ പോടോ എന്ന് പറഞ്ഞ് വിളിക്കുക. ലാലേട്ടൻ കഴിഞ്ഞോണം വന്നപ്പോൾ പറഞ്ഞാണ് എടാ പോടാന്നുള്ള വിളി നിർത്തുകൂട്ടി എന്നുള്ള ലാലേട്ടൻ പറഞ്ഞാണ്. എന്നാൽ പോലും അത് ചെയ്യാതെ ഭയങ്കരമായിട്ട് എന്തോ ഒച്ചപ്പാടുണ്ടാക്കി. പക്ഷെ ഇതുകൊണ്ടൊക്കെ ഒരു ഗുണം എന്താണെന്നറിയാമോ, ജാസ്മിൻ ഫ്രീ പ്രൊമോഷൻ കൊടുത്തു ജിൻഡോന്. കാരണം പുള്ളി അവിടെ ഇങ്ങനെ കിടക്കണ്ടേന്ന് ഇങ്ങനെ കിടന്നു. ഇപ്പോൾ ശരണ്യാണ് പറഞ്ഞത് അത് ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഗബ്രിയും ജാസ്മിനും ഇങ്ങനെയാണ് കിടന്നുകൊണ്ടിരുന്നിരുന്നത്. ഗബ്രി ആയിരുന്നെങ്കിൽ ഇത്രയും വിഷയം ഉണ്ടാവില്ലായിരുന്നു. ജിൻഡോ ഇങ്ങനെ കിടന്നു. ആദ്യം പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി ശരിയാണല്ലോ കാലിങ്ങനെ വെച്ചാൽ ഇങ്ങനെ. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചത് ഇങ്ങനെയും കിടക്കാം, ഈ സ്ഥാനത്ത് ജബ്രി ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ റസ്മിൻ ആയിരുന്നെങ്കിൽ പോലും ഇത്രയും വിഷയം ഉണ്ടാവില്ലായിരുന്നു. അയാളോട് ബിഹേവ് ചെയ്ത രീതി. ആൻഡ് ഇതിൽ ഏറ്റവും കൂടുതൽ പുലിയായത് നന്ദനയാണ്. കാരണം നന്ദനയുടെ ഭാഗത്തു നിന്നാണ് ഇയാളെ അടിക്കുന്നുണ്ടോ, ഫിസിക്കൽ അസോൾട്ട്, ആ ഒരു അടിച്ചു പൊട്ടി ഒരാളെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കുന്ന ഒരു രീതി. കാര്യം പറയാനാണെങ്കിൽ പോലും ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? നന്ദന അവിടെ സ്പോട്ടിൽ, കാര്യം സ്കൂൾ ഫൈറ്റ്സ് ഒക്കെ ആണെന്നുള്ള നന്ദനെ പറ്റി ഞാൻ പറഞ്ഞെങ്കിലും ഈ ഒരു രീതിയിൽ നന്ദന ഫുൾ ഓൺ വൈബായിട്ട് ആ അടിച്ചതിനെ ചോദ്യം ചെയ്തു സ്പോട്ടിൽ. വേറെ ഒറ്റ ആൾക്കാരും സംസാരിച്ചിട്ടില്ല. ഇവിടെ ഇവർ മാത്രമേ ഉള്ളൂ, ഇവർ മാത്രമേ കളിക്കാൻ വന്നിട്ടുള്ളൂ. ബാക്കി ആ ചുറ്റിന് നിന്ന കണ്ടസ്റ്റൻസ് ഒക്കെ എന്ത് തേങ്ങ വിഴുങ്ങാൻ വന്ന് നിൽക്കുന്നതാണ് അവിടെ. അവർ വന്നത് എന്തിനാന്ന് പോലും അവർക്ക് ഓർമ്മയില്ല. പക്ഷേ ജാസ്മിൻ ഇന്നലെ ജിൻഡോട് ബിഹേവ് ചെയ്ത രീതി, അത് ശരിക്കും നമുക്ക് മനസ്സിലാവും പ്ലെയർ എന്നുള്ള രീതിയിലല്ല, വ്യക്തിയോടുള്ള വ്യക്തി വൈരാഗ്യമാണ് ഇന്നലെ ജയിലിൽ തീർത്തത്.